വയനാട് ബത്തേരിയിൽ കോൺഗ്രസിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പൊക്കെ കഴിഞ്ഞു. അതിൽ സതീശനെ മുഖ്യമന്ത്രിയാക്കി 90 സീറ്റ് കനകല് വാങ്ങിക്കൊടുക്കാം, ഈ രാഷ്ട്രീയ നയതന്ത്രജ്ഞൻ പിന്നെ വാങ്ങിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ കോൺഗ്രസ് അതീവ സന്തോഷത്തിലാണ്. 90 സീറ്റ് എന്നൊക്കെ പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. അധികാരം പിടിക്കും, സതീശനാകും മുഖ്യമന്ത്രി എന്നൊക്കെയുള്ള വരുന്നുണ്ട്. മാത്രമല്ല പല എംപിമാരെ മത്സരിപ്പിക്കണം എന്നൊക്കെ അടൂർ പ്രകാശ് അടക്കം പറയുന്നുണ്ട്. അതായത് ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ എവിടെയാണെന്ന് നോക്കി വേണം പാർട്ടി നിർത്താൻ. അടൂർ പ്രകാശിന് എവിടെയൊക്കെയോ ചില മോഹങ്ങളുണ്ട്. ഇത്തരത്തിൽ കനകലുവിനെ പോലെ വന്ന ഒരാളാണ് പ്രശാന്ത് കിഷോർ. ബീഹാറിലൊക്കെ വന്ന് ആദ്യം BJP-യോടൊപ്പമായിരുന്നു, പിന്നെ മാറി കോൺഗ്രസിനോടൊപ്പമായി. പക്ഷേ ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ല എന്നുള്ള പറയുന്ന അവസ്ഥയിലാണ് ഇപ്പൊ. അതുപോലെ ആയിരിക്കുമോ കനകയിലും? അതിപ്പോ നമുക്ക് കാണാൻ പറ്റുമല്ലോ. കനകലു ഇപ്പൊ ഇവർക്ക് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞ പോലെ VD സതീശൻ പറഞ്ഞതുപോലെ ഇത് എങ്ങനെ ജയിച്ചു എന്നതിനെ പറ്റി നമ്മൾ പഠിക്കണം. UDF-നകത്ത് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, അതിനകത്ത് ഞാൻ അദ്ദേഹത്തെ കുറച്ച് കാണും, കളിയൊക്കെ പറയില്ല. എങ്ങനെ നമ്മൾ പഞ്ചായത്തിൽ ഇത്രയും സീറ്റ് പിടിച്ചു എന്നതിനെ പറ്റി നമ്മൾ പഠിക്കണം. അതനുസരിച്ച് അടുത്ത മുന്നോട്ട് പോയാൽ നമുക്ക് അതിന് കൂടുതൽ ഗുണം ഉണ്ടാവുമെന്ന് പറഞ്ഞാലേ, ഇത് ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇവരിപ്പോൾ കാര്യങ്ങളങ്ങ് തീരുമാനിച്ചു. കനകോലു നോക്കിയപ്പോൾ 90 സീറ്റ് കനകോലു ഇവിടെ കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ അത് കനകോലു ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരർത്ഥം. കാരണം ഇതിനകത്ത് ഇവിടെ ഈ നമ്മൾ പറഞ്ഞല്ലോ, പഞ്ചായത്ത് ഇലക്ഷനകത്ത് ഈ നമ്മുടെ LDF-നോടുള്ള വൈരാഗ്യം നമ്മൾ പറയത്തില്ലേ, എനിക്ക് ദേഷ്യം വന്ന് അവനോട് രണ്ട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. ഈ വൈരാഗ്യം അങ്ങ് തീർന്നു സാറേ. ഈ നമ്മൾ ഓരോ വോട്ടിങ്ങിൽ ഈ LDF-നോടുള്ള അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന അവരോടുള്ള ഈ ജനങ്ങൾക്കുള്ള വികാരം ഓരോ വോട്ട് ചെയ്തങ്ങ് തീർന്നു. ഇപ്പം ന്യൂട്രൽ നിൽക്കുക. ഇനി അടുത്ത വോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് വന്ന് LDF അധികാരത്തിൽ വരുന്ന ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ വരും, അല്ലെങ്കിൽ വരും. അല്ലാതെ ഈ പറയുന്ന ഇപ്പം മത്സര രംഗത്തേക്ക് വരുമ്പം ഇത്രയും തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ BJP-യും ഈ 3 മുന്നണിയും കൂടെ വരുമ്പം തയ്യാറെടുക്കാൻ എന്തുവാലും LDF-ന് മനസ്സിലായാലും ക്ഷീണമുണ്ട്, ജനങ്ങൾ അത്ര തൃപ്തിയിലല്ല, എത്ര കൊടുത്തണക്കെ നമ്മളുടെ ഭാഗത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ആ കുഴപ്പങ്ങളെ മറികടന്നേ മതിയാവും. അതുകൊണ്ട് LDF അത് മറികടക്കാൻ ശ്രമിക്കുമല്ലോ. എന്തുവരും മറികടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇലക്ഷൻ കഴിഞ്ഞാൽ മറികടക്കാൻ ശ്രമിക്കുമല്ലോ. ഈ മറികടക്കാൻ ശ്രമിക്കുന്ന LDF-ന്റെ അത്രയും എത്ര പറയുമ്പോഴേ, LDF-ന് പഴയ സംവിധാനത്തിലുള്ള ഈ സെറ്റപ്പുകൾ ഇല്ലെങ്കിലും LDF-നെ മറികടക്കാൻ പറ്റുന്ന സംവിധാനം ഇന്ന് കേരളത്തിൽ മാർക്ക് 2 പാർട്ടികൾക്കും അതുമില്ല. അപ്പം UDF-നകത്ത് ഇപ്പം കിട്ടിയത് എപ്പം നോക്കിയാലും എവിടെ നിന്ന് നോക്കിയാലും എങ്ങനെ ചുഴിഞ്ഞു നോക്കിയാലും സംഘടനാ സംവിധാനം കൊണ്ട് കിട്ടിയതല്ല. അത് ഓരോ ഇടത്ത് അല്ലെങ്കിൽ ഓരോ പ്രദേശത്ത് ഈ പറയുന്നത് പോലെ സ്ഥാനാർത്ഥികളുടെ മികവ് കൊണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പണ്ട് ക്രിസ്ത്യാനികളുടെയും അല്ലെങ്കിൽ നായന്മാരുടെയും വോട്ട് ഹോൾഡിംഗ് വോട്ടുണ്ട്, വെളിയിൽ കാണത്തില്ല. UDF-ന്റെ ഒരു കാര്യം സാറിന് അറിയാമല്ലോ, CPM വലിയ പ്രകടനമൊക്കെ ആയിട്ട് പോകും, ചിലപ്പോൾ 1000 പേരൊക്കെ കാണും. ഇലക്ഷൻ കഴിയുമ്പോൾ UDF-ന്റെ പ്രകടനം ഇലക്ഷൻ സംബന്ധമായിട്ട് നടക്കുമ്പോൾ 25 പേരും കാണും. ഇലക്ഷൻ കഴിയുമ്പോൾ CPM-ന് കിട്ടത്തില്ല, UDF-ന് കിട്ടും. നമ്മൾ പറയും ഇത് ഹോൾഡിംഗ് വോട്ട് എന്ന് പറയുന്നതൊക്കെ. ഇപ്പോൾ അകത്തിരുന്ന ആൾക്കാർ വോട്ട് ചെയ്ത് ന്യൂനപക്ഷ വോട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനിൻ്റെ ഇതുള്ള വോട്ട് കിട്ടി. ഇതേ പടുതി അങ്ങ് മറ്റേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കിട്ടണമെന്നില്ല. പഞ്ചായത്തിൽ ഇന്നപ്പം എന്തുവാ വർക്കിച്ചാൻ അവിടെ അമ്മാവൻ്റെ മോനും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല ബന്ധങ്ങൾ കാണും, കോൺഗ്രസിന് അപ്പുറം തന്നെ ഇങ്ങനെ, അല്ലെങ്കിൽ തങ്കമൊക്കച്ചാട്ടം നിന്നപ്പം അവിടെയും കിട്ടിക്കാണും. ഇങ്ങനെ ഞാൻ ഓരോരുത്തരുടെ പേര് പറയാം. ബന്ധുബലത്തിൻ്റെ ഒരു വിഷയം മറ്റേ സംവിധാനം വരുമല്ലോ. അപ്പം അങ്ങനെ കിട്ടുന്ന അല്ല. ഇതിനകത്ത് ഈ കനകോലു ഇപ്പോൾ ഈ നമ്മൾ പറയുന്നില്ല, ഇയാൾ വലിയ ഇവിടെ ജയിച്ചാൽ ഇയാൾക്കൊരു ആവുകയും ചെയ്യാം, തോറ്റാൽ ഇത് കുഴപ്പമില്ലല്ലോ. ജോത്സ്യം പറയുന്നോണക്കാണല്ലോ, വരാൻ സാധ്യതയുണ്ട്. ഞാൻ വരുമെന്നല്ലല്ലോ പറഞ്ഞു, സാധ്യതയുണ്ട്. പിന്നെ സാധ്യതയാണ് 90 സീറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. സാധ്യത ഉറപ്പായിട്ട് കിട്ടുന്ന അദ്ദേഹം പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞു കനകലുവിന് ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ദിവസം. അതിന്റെ കൂടെ പ്രകാശിന്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, കൊള്ളാവുന്നവനെ നിർത്തണം, ജനങ്ങളുടെക്ക് ബന്ധമുള്ളവനെ നിർത്തണം, ജനങ്ങൾക്ക് ഇഷ്ടമുള്ളവനെ നിർത്തണം, അങ്ങനെയുള്ളവനെ സ്ഥാനാർത്ഥിയാണ്. ശരി, അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തന്നെ. കാരണം കോന്നിയിലെ സീറ്റ് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്താൽ അവിടെ കിട്ടും, അല്ലെങ്കിൽ ജനീഷ് തന്നെ ജയിക്കും. കോന്നിയിൽ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ആ സീറ്റ് ഇന്ന് കോൺഗ്രസിൻ്റെ കിട്ടും. മാത്രമല്ല, നമ്മൾ ഇലക്ഷൻ കാര്യത്തിൽ അല്ലെങ്കിൽ ഇലക്ഷനെ നേരിടുന്ന കാര്യത്തിൽ ഏത് സാറിനറിയാം, ഇപ്പോൾ ആറ്റിങ്ങൽ ജയിച്ചിട്ടുണ്ട്. CPM-ന്റെ കയ്യിൽ നിന്ന് യാതൊരു കാരണവശാലും ആര് നിന്നാലും ജയിക്കാൻ പറ്റുന്നൊരു സീറ്റല്ല. ഇപ്പം പ്രകാശ് 2 വട്ടമായിട്ട് ഈ ലോക്സഭ അല്ലെങ്കിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഈ പ്രാവശ്യം പ്രകാശ് സത്യം പറയുക, തോക്കാൻ വേണ്ടി പണിയാവുന്നു നോക്കി, എന്നിട്ട് അയാൾ തോറ്റില്ല. അവസാനം 1200 അല്ലെങ്കിൽ 1300 തോറ്റെന്ന് പറഞ്ഞാൽ അവിടുന്ന് തോറ്റാലേ ഈ കോന്നിയിലേക്ക് മത്സരിക്കാൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ ഈ 2026 UDF അധികാരത്തിൽ വന്നാൽ ഈഴവ പ്രാതിനിധ്യം കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി UDF-ന് ആകെയുള്ള MLA-മാർ ഒന്ന് ബാബുവും പ്രകാശുമാണ്, വേറെ MLA-മാരില്ല. അപ്പോൾ ഇയാൾക്ക് എപ്പോഴും മന്ത്രിയാവും. അപ്പോൾ ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത് അവിടുന്ന് എങ്ങനെയാലും ഇവിടെ വന്നത്. അതുകൊണ്ട് പറഞ്ഞാൽ
ജനത്തിൻ്റെ ഇടയ്ക്ക് അംഗീകാരമുള്ള ആൾക്കാരെ നിർത്തണം. മനസ്സിലായി? ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന് പുള്ളിയുടെ കാര്യവും പിന്നെ മൊത്തത്തിലുള്ള കാര്യം. മൊത്തത്തിൽ ജനത്തിൻ്റെ ഇടയ്ക്ക് അംഗീകാരമുള്ള ആൾക്കാർ വളരെ കുറവാന്നുള്ള കാര്യം പ്രകാശ് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. ജനക്കും താല്പര്യമുള്ളവരെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇഷ്ടമുള്ളവരും നിന്നാൽ ഏത് സീറ്റും ആരുടെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ എത്ര പേര് ഇപ്പോൾ കോൺഗ്രസിനകത്തുണ്ട്? അല്ലെങ്കിൽ അത്രയ്ക്ക് ആഴത്തിൽ ഇതുപോലെ പണി ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന എത്ര പേര് കോൺഗ്രസിനകത്തുണ്ട്? പക്ഷേ ഇത് നമ്മൾ നോക്കുമ്പോൾ CPM-നകത്ത് നോക്കുമ്പോൾ ഇത് വളരെ കൂടുതലാണ്. നമ്മൾ എത്ര പറയുമ്പോഴും കൂടുതലാണ് സാറേ. ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് ഇപ്പം തന്നെ ശ്രീലേഖ കാലുവാരി അല്ലെങ്കിൽ ശ്രീലേഖ കാണിച്ച് അവിടെ ഒരു കാര്യമൊക്കെ നടത്താൻ പോയി. ഇപ്പോൾ ശ്രീലേഖ കാലുവാരി ഇതിൻ്റെ എഫക്റ്റ് നല്ല വൃത്തിയായിട്ട് അവിടെ ബാധിക്കും. ഈ പറയുന്ന സീറ്റുകളിലെല്ലാം എന്ന് പറയുന്നത് മത്സരം തിരുവനന്തപുരത്ത് ജയിക്കാൻ സാധ്യത BJP-ക്കുള്ള സീറ്റുകളുടെ എല്ലാ അവസ്ഥയും എന്താണെന്നറിയോ? മത്സരം ആരുമായിട്ടാണ്? CPM-ഉമായിട്ടാണ്. CPM-ന്റെ ഇപ്പം നിൽക്കുന്നിടത്ത് മത്സരിച്ച് ജയിക്കണം എന്ന് പറയുമ്പം ഈ ഇപ്പം നിൽക്കുന്ന MLA-മാരെല്ലാം ഒന്നുക്കൊന്നൊക്കെ ജനപ്രതിനിധികളാണ്. നമ്മളിപ്പം ഉടക്കിക്കൊണ്ടിരിക്കുന്ന പ്രശാന്ത് മോശമാണെന്ന് വിചാരിക്കുന്നത്. വട്ടിയൂർക്കാവിലെ VK പ്രശാന്ത് നല്ല ജനപ്രതിനിധി, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നിയമം ഇവർ ജയിക്കുമെന്ന് പറയുന്നിടത്ത് BJP ജയിക്കുന്നിടത്ത് നിയമത്തെ ശിവൻകുട്ടി മോശം ജനപ്രതിനിധിയാണോ എന്ന് ചോദിച്ചു നോക്കണം ശിവൻകുട്ടിയെ പറ്റി. അപ്പോൾ അവിടെ നിൽക്കുന്ന ഓരോ ഇടത്തെ അവരുടെ ഇപ്പോഴത്തെ ജനപ്രതിനിധികളെ പറ്റി ആ പ്രദേശത്ത് ഇപ്പോൾ കാർത്തികൻ്റെ മോനെ എന്താ അവിടെ തോപ്പിച്ചത്? കാർത്തികൻ്റെ മോനെ തോപ്പിച്ചു പറഞ്ഞാൽ ഇപ്പം നിലവിൽ നിൽക്കുന്ന MLA നല്ല ജനസമ്മതനം അവിടെ, അതുകൊണ്ട് തോപ്പിക്കാൻ പറ്റുന്നത്. കാർത്തികൻ്റെ മോൻ ഇപ്പം മത്സരിക്കാൻ നിൽക്കുന്ന എവിടെ എന്നറിയാം? സെൻട്രലിലാണ് നിൽക്കുന്നത്. മറ്റേടെ നിൽക്കാനേക്കും അയാളുടെ അച്ഛൻ നിന്ന മണ്ഡലത്തിൽ വളരെ ദീർഘകാലമായിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ നിൽക്കുന്ന സമയത്ത് ഈ ജാതിയൊന്നും ഇല്ലല്ലോ. എന്താ പുള്ളി നല്ല ജനപ്രതിയായിട്ടില്ല. എന്താ ജാതിയെ പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ പറ്റത്തില്ല? അവർ പറഞ്ഞപ്പോൾ അവിടെ ജാതിയായി മതം ഒന്നുമില്ല. ജനങ്ങൾ കിടങ്ങിക്കുന്നതിന് ഒരു ജാതിയില്ല. വളരെ കൃത്യമായിട്ട് ഏത് ജാതിയായാലും ജയിക്കും. അപ്പം അതേ രീതിയിലുള്ള ജനപ്രതിനിധികളാണ് വരുന്നത്. ഇതിനെ മറികടക്കണമെങ്കിൽ പഞ്ചായത്ത് ചിലപ്പം ഈ പഞ്ചായത്തിൽ ചിലപ്പോഴും നല്ല പഞ്ചായത്ത് പരിശോധിക്കുമ്പോൾ പേഷ്യൻസ് ആണെന്ന് അറിയില്ല എന്ത് നേട്ടമുണ്ടായെന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ ഈ UDF-ന് നേട്ടമുണ്ടായെന്നല്ലേ ഉള്ളൂ. അല്ലാതെ അങ്ങ് ഇതിനെല്ലാം ഓവർകം ചെയ്ത് മറികടന്നൊന്നും പോയില്ലല്ലോ. മലബാർ മാത്രം നോക്കുമ്പോൾ പ്രതിപക്ഷം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഈ കനകൂരു ഇവിടെ ഒന്നും സാധിക്കാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രശാന്ത് കിഷോർ ഇവിടെ പോയെന്നറിയത്തില്ല, നാട് വിട്ടെന്നാണ് പറയുന്നത്. ഇയാളെക്കാട്ടി വലിയൊരാളില്ലായിരുന്നു. ഇയാൾ അവസാനം എല്ലാവരും ജയിപ്പിച്ചു. ഇയാൾ വലിയ കക്ഷിയായതെന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്തൊരു കാര്യം പറഞ്ഞത്, അദ്ദേഹം വലിയ കക്ഷിയായതെന്ന് പറഞ്ഞാൽ BJP-യുടെ ഭാഗമായിട്ട് നിന്നപ്പോഴാണ്. അത് അദ്ദേഹത്തിൻ്റെ ഗുണം കൊണ്ട് പറ്റിയതല്ല. നമ്മൾ കുറ്റം പറയുമല്ലോ, പൊക്കിയും പറയുമല്ലോ. BJP സംവിധാനം ഓപ്പറേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഇന്ത്യയിൽ മറ്റു പാർട്ടികൾക്കപ്പുറം അവർക്ക് കാര്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ BJP-ക്കപ്പുറം അവൻ്റെ കീഴിലൊരു സംവിധാനം നിൽക്കുക. ആരാ? RSS എന്ന് പറയുന്ന സംവിധാനം. ഏതെങ്കിലും ഒരു തോക്കുന്നൊരവസ്ഥ വന്നാൽ ആരും അറിയത്തില്ല. അവരുടെ അടുത്ത് RSS ഇടപെട്ടിട്ട് അവർ ചെയ്യുന്ന പണിയെന്ന് പറയുന്നത് സാറേ, ഈ നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മുടെ വീട്ടിലൊന്നും വരുന്നില്ല. ഈ സുവിശേഷം പറയാൻ വരുന്ന പാസ്റ്റർമാരുണ്ട്, അറിയാം. അവർക്കൊന്നും വേണ്ട, എന്തെങ്കിലും വീട്ടിൽ വന്നിരുന്നിട്ട് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ കാര്യമെല്ലാം പറഞ്ഞ് നമ്മൾ പാവത്തുങ്ങളാണ്. അവരൊന്ന് അവരുടെ കാര്യമെല്ലാം പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുത്താൽ മേടിക്കില്ലെങ്കിൽ അവരങ്ങ് പോകും എന്ന് പറയുന്ന പണിയായി വടക്കേ ഇന്ത്യയിൽ ഈ RSS ചെയ്യുന്നേ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടുത്തെ റാഗി കെട്ടി ആൾക്കാരുടെ ഓളെ കയറാനും വടിയെടുത്തടിക്കാനും പോകുന്നതല്ല അവിടുത്തെ RSS സംവിധാനം. അത് ബജരംഗതയുള്ള ഹിന്ദു മഹാസഭ ഇങ്ങനെ പറയുന്ന ക്രിമിനൽസ് ഉണ്ട്. അവരെ ആ RSS ആണെന്നും അല്ലെങ്കിൽ ഈ പറയുന്നത് സംഘപരിവാറാണെന്നും പറഞ്ഞിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, ഇവിടെ അവതരിപ്പിക്കുന്നത് മനസ്സിലായില്ലേ? അപ്പം ഈ കാര്യങ്ങളാണ്. അപ്പം ആ സംവിധാനത്തിൻ്റെ കീഴിൽ ഇയാൾ നിന്നിട്ട് അയാൾക്കൊരു നേട്ടമുണ്ട്. പ്രശാന്ത് കിഷോർ അവിടെ ജയിപ്പിച്ചു, ഇവിടെ ജയിപ്പിച്ചു, മറ്റത് ജയിപ്പിച്ചു. ഇയാളപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ BJP-ക്കാർ പറഞ്ഞു ഇയാളെ കൊണ്ട് മാറിയില്ലേ, ഇയാൾ ജയിപ്പിക്കുമെന്നും ഇവിടെ ഞങ്ങൾ ജയിച്ചോളാം. മാറി ഇന്നപ്പോൾ ഇയാൾ കോൺഗ്രസിൻ്റെ കൂടെ പോയി 1-2 അടുത്ത് ഈ പണി നടന്നു. ബീഹാറിൽ ചെന്നിട്ട് പുള്ളി ഈ പണി നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ സ്വന്തമായിട്ട് പണിയും കൂടെ വന്നു. ഇത് മൊത്തത്തിൽ നമ്മൾ പറയത്തില്ല, നമ്മൾ പണി നിർത്തി പോകുന്നു. ബീഹാറോട് കൂടി പുള്ളി പറഞ്ഞു ഇനി എനിക്ക് പാർട്ടിയില്ല, ഈ രാഷ്ട്രീയ വിശകലനവും അല്ലെങ്കിൽ ജയിപ്പിക്കലും അല്ലെങ്കിൽ തീരുമാനവും ഒന്നുമില്ല, എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. പാർട്ടി എനിക്ക് തോന്നുന്നു തുടങ്ങി വെച്ചതുപോലെ ക്യാൻസൽ ചെയ്തു പോയി. അതുപോലെ തന്നെ ഈ കനകഗുരുവിൻ്റെ ഈ കേരളത്തിലെ ഈ 2024 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേന് പുള്ളി ഈ പണി നിർത്തി പോകുമെന്ന എൻ്റെ അവസ്ഥ. ഇദ്ദേഹം പറയുന്ന അവസ്ഥയിലൊന്നും കേരളത്തിൽ 2026 ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഒരു രീതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ, ഈ 90 സീറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള വിശകലനത്തിൽ മനോരമയിൽ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് വന്ന ഒരു വാർത്തയാണ്, കണ്ടിട്ടുണ്ടായിരിക്കും. അതിനിപ്പോൾ ഒരു കനകൂലും ആവശ്യമില്ല. അത് നമ്മുടെ നാട്ടിലുള്ള ഏത് രാഷ്ട്രീയ പ്രവർത്തകനും പറയാവുന്ന കാര്യമാണ്. ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ തന്നെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ സാധ്യത നിയമസഭയിൽ വേണമെങ്കിൽ ആവർത്തിക്കാം. നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവങ്ങൾ വ്യത്യാസമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണിലല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണിലല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു.
പക്ഷേ നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ് നടത്തിയാൽ നമുക്കറിയാം 500 ഗ്രാമപഞ്ചായത്തിലധികം ഭരിക്കാനായിട്ട് കിട്ടുന്ന മുന്നണിക്ക് നിയമസഭയിൽ സാധാരണ രീതിയിൽ ജയിച്ചു വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. 2010 UDF അധികാരത്തിൽ വരുമ്പോൾ ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ അന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് 72 സീറ്റാണ് കിട്ടിയത്. കനകോലു ഇത് ആദ്യം പോയി പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈയുണ്ട് UDF അധികാരത്തിൽ വരാം. പക്ഷേ അത് നമ്മൾ മാത്രമല്ല മനസ്സിലാക്കുന്നത്, എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. UDF മനസ്സിലാക്കുന്നുണ്ട്, CPM മനസ്സിലാക്കുന്നുണ്ട്, എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പോളിസി പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ നേരിടും? സമയം കുറച്ചുള്ളൂ. പക്ഷേ അവരെന്താ ചെയ്യുന്നത്? പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. ബഡ്ജറ്റിൽ അവർ കൊണ്ടുവരുന്ന ചില പോളിസികൾ ഈ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ഒന്ന്, ക്ഷേമ പെൻഷൻ 2500 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു. 1500 2500 മർദ്ദിക്കുമ്പോൾ 1600 നിന്ന് 2500 മർദ്ദിക്കും. 1600 2000 ആക്കി. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരു ടെസ്റ്റ് ഡോസ് നോക്കിയാണ് പോരാ എന്ന് തോന്നി 2500 ആക്കുന്നു. 2500 ആക്കുന്ന സമയത്ത് വലിയ മാറ്റം അടിത്തട്ടിലുണ്ടാകും. പൊതുവേ നമുക്ക് പിണറായി വിജയനുള്ള ഒരു എതിർപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായിട്ട് വരുന്ന ഒരു ഘടകമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ സഹാക്കളുടെ ധാർഷ്ട്യം, മോശമായിട്ടുള്ള പെരുമാറ്റം, അതിൻ്റെ ഘട്ടം കഴിഞ്ഞു. ശരിയാണ്, അതിനുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ച പോലെ സംഗതി ന്യൂട്രലായി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് വേണം ജയിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ജയിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് 90-90 സീറ്റ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന അവിടെയൊക്കെ MLA-മാരുണ്ട്. അവിടേക്ക് VK പ്രശാന്തിനെ പോലെയുള്ള MLA-മാരുണ്ട്. ചിലയിടത്തൊക്കെ മോശമായിട്ടുള്ളവരുണ്ടാകാം. പക്ഷേ VK പ്രശാന്തിനെയൊക്കെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം അയാൾ നേരത്തെ മേയറായിരിക്കുന്ന സമയത്ത് തന്നെ അറിയപ്പെട്ടിരുന്നത് മേയർ ബ്രോ എന്നാണ്. അപ്പോൾ അത്ര ജനകീയനാണ്. ഇപ്പോൾ അയാൾക്ക് അടിയൊക്കെ കിട്ടിയിരിക്കുകയാണല്ലോ മൊത്തം എല്ലാ ഭാഗത്തും. അതുകൊണ്ട് അയാളുടെ കഴിവിൻ്റെ പരമാവധി പ്രയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് പോകുന്നത്. അത് അത്ര എളുപ്പത്തിൽ അയാളെ അവിടെ തോൽപ്പിക്കും എന്ന് നമുക്ക് കരുതേണ്ടതില്ല. ശ്രീലേഖ അവിടെ പോയി മത്സരിച്ചാലും അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. അത് ശ്രീലേഖ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇപ്പോൾ മാറിയത്. അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവർ തുറന്നത്. എന്നെ മേയറാക്കാം എന്ന് പറഞ്ഞാണ് മത്സരിപ്പിച്ചത്. എന്നെ പറ്റിച്ചു എന്നാണ് അതിൻ്റെ വളരെ താഴ്ന്ന നിലയിലുള്ള വർത്തമാനം. അതങ്ങനെ പുറത്തേക്ക് പറയുന്നു. എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ തന്നെ ആ പ്രശ്നം അതിനകത്ത് അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കാം. ഈ കോൺഗ്രസ് അധികാരത്തിൽ വരുമോ CPM വരുമോ എന്നുള്ളത്. കോൺഗ്രസിന്റെ ഇനി ഒരുപാട് സമയമുണ്ട്. നമുക്ക് ഒരുപാട് ചർച്ചകൾ ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ വിശകലനം ഈ കാര്യത്തിൽ 90 കിട്ടിയില്ലെങ്കിൽ തലയും മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ കോൺഗ്രസ്? അതാണ് 90 വേണ്ട, ഈ 75 സീറ്റൊക്കെ പറയുന്നതാണ് ഒരു യാഥാർത്ഥ്യബോധം. അതിപ്പോ ഈ കനകലു 75 സീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കനകലുവിനെ അംഗീകരിക്കാം. അതെ, മറ്റത് ബുദ്ധിമുട്ടാണ് ശരിക്കും. കനകലുവിന് കേരളം അറിയാൻ പാടില്ല. PS സാർ പറഞ്ഞ പറയാം, കനകലുവിന് അറിയത്തില്ല. കാരണം ഉമ്മൻചാണ്ടി വന്നപ്പം 38 സീറ്റ് കോൺഗ്രസിന് 44 സീറ്റ് CPM-നും. അത് കനകലു ഒന്ന് പഠിച്ചാൽ നല്ല മനസ്സിലാവും. ശരിയാണ്.